റിയല്ലേ? അറിയാം. അപ്പോൾ പെങ്ങളുടെ കുഴപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെങ്ങൾക്ക് റോഡ് കണ്ടു കഴിഞ്ഞാൽ റോഡ് കഴിഞ്ഞാൽ ഉടനെ ഡാൻസ്. നമുക്കൊക്കെയാണെന്ന് പറഞ്ഞാൽ റോഡ് കണ്ടു കഴിഞ്ഞാൽ നടക്കാനും അല്ലെങ്കിൽ ഓടാനും അങ്ങനെയുള്ള പരിപാടികളൊക്കെയാണ് തോന്നുന്നത്. വണ്ടി ഓടിക്കാനൊക്കെ തോന്നുന്നത്. അറിയത്തിങ്ങാണെങ്കിൽ അത് പുറകിൽ വണ്ടി വേണം. ഒരു 10 നാട്ടുകാർ നടക്കുകയും വേണം. അപ്പം നമ്മുടെ റിയമൊക്കെ അങ്ങ് ഡാൻസ് നോക്കും. അങ്ങനെ റിയമോടെ ഡാൻസ് ഞാൻ കാണിച്ചു തരാം. റിയമോടെ കുറച്ച് മില്യൺസ് ഓഫ് വ്യൂസ് കിട്ടും. റിയമോടെ സ്ഥിരം പരിപാടി ഉണ്ട്. എന്തോന്നടേ തവളയോ അവള് ചാടി കളിക്കാൻ. എൻ്റെ പൊന്നു മോളെ, അവന്മാർ മര്യാദയ്ക്ക് സൈക്കിളിൽ നോട്ടി വീട്ടിൽ പോയിക്കൊണ്ടിരിക്കും. അത് നീ ഇടിച്ച് നീ താഴെ ഇടരുത്. എൻ്റെ പൊന്നോ, നിനക്ക് വേറെ എവിടെയും കണ്ടില്ലേ? തോടുണ്ട്, വീടുണ്ട്, വേറെ എന്തോ ഒരു സാധനമുണ്ട് ഡാൻസ് കളിക്കാൻ. ഈ നട്ട റോഡിൽ എൻ്റെ പുറകിൽ വേറൊരു സാധനമുണ്ട്. എൻ്റെ മഞ്ഞ ഡ്രസ് ഇട്ടിട്ട് അതും ഇത് തന്നെ പരിപാടി. ഇതിനൊക്കെ ഓടിച്ചോടാ നാട്ടുകാരില്ലേ? എത്ര വണ്ടി കാര്യങ്ങളൊക്കെ പോകുന്നത്. എങ്ങാനും ചാടി അതിന്റെ പുറകിൽ എങ്ങാനും വീണാ പിന്നെ നയാ സാത്തിനെ കാണിക്കാൻ ഇല്ല. പടവായിട്ട് ഹോസ്പിറ്റലിൽ കിടക്കാം. തവളയോ അരുത്തിയുടെ വേറെ വീഡിയോ. ഇവന് ഊക്കുവാന്ന് ക്യാമറ കാണിക്കുന്നത്. എന്നിട്ടോ വിക്രം തവളച്ചാട്ടം ഇവിടെ മാത്രമല്ല കേട്ടോ, സ്ഥിരം പരിപാടിയാണ് തവളച്ചാട്ടം. അത് നല്ല റോഡ് കണ്ടിങ്ങനെ ഉടനെ ചാടാൻ തോന്നും. എന്തോ ഒരു അസുഖമാണ് മോളെ, നീ ഡോക്ടറെ കൊണ്ട് കാണിക്കുന്നത് നല്ലതായിരിക്കും. കാരണം ഈ റോഡ് കണ്ടല്ലേ ഉടനെ ചാട്ടാൻ വരുന്നത്, അത് ശരിയല്ല. അത് മറ്റേത് ഇത്തിരി ഗ്രാമപ്രദേശ റോഡായിരുന്നു. ഇപ്പോൾ ഹൈവേ കണ്ടപ്പോഴത്തേക്ക് പിന്നെയും വന്നു. എന്തോ ഒരു അസ്ഥിരിയാന്ന് തോന്നുന്നു. ഈ റോഡോ മേനിയ അങ്ങനെ എന്തെങ്കിലും സാധനമാണോ? റോഡ് കണ്ടു കഴിഞ്ഞാൽ ഉടനെ ഡാൻസോ മേനിയ അങ്ങനെ എന്തെങ്കിലും സാധനമായിരിക്കും നിനക്ക്. നീ ഒന്ന് കൊണ്ട് കാണിക്കുന്ന നല്ലതായിരിക്കും. അവിടെ വേറൊരു വണ്ടി വരുന്നൊരു വീഡിയോ ഉണ്ട്, അതാണെന്ന് തോന്നുന്നു. ഒരു പുറകിൽ പാണ്ടി ലോറിയാണ് വരുന്നത്. അതിന്റെ ഫ്രണ്ടിൽ കടന്നിട്ടാണ് തിരുവാതിര നാം കാണിക്കുന്നത്. സത്യം പറയാം, നമ്മുടെ നാട്ടിൽ വല്ലതുമാണ് ഇത് കാണിക്കുന്നെങ്കിൽ അടിച്ച് പൊട്ടിച്ചേനെ അവിടെ. നീ കേരളത്തിലൊന്നും വരാത്ത നിന്റെ ഭാഗ്യം. അല്ലെ ഇവിടുത്തെ നാട്ടുകാർ മൊത്തം നിന്നെ എടുത്തിട്ട് പെരുക്കിയേനെ. പിന്നെ നീ ഡാൻസ് കളിക്കുന്നതിന്റെ ബുദ്ധിമുട്ടേനെ. റിയ ഡാൻസ് പപ്പടമായനെ. അത് കയറിയത് പപ്പടമായനെ. പിന്നെ റിയ പെറുക്കി എടുക്കേണ്ടി വന്നേനെ. സ്ഥിരം പരിപാടികളെ ഈ ചാട്ടമാണ് ചേച്ചിയുടെ മെയിൻ. റിയമോൾ അഗൈൻ. എടാ ഈ 2 ഡാൻസേ ഉള്ളൂ. ഇത് മൊത്തമാണ് വേഷം മാറുന്നത്. സാരിയും ഡ്രസ്സും മാറി ഒരേ ഡാൻസ് തന്നെ കളിച്ച് മില്യൺസ് ഓഫ് വ്യൂസ് വാങ്ങിക്കുന്ന ഒരു മുതലാണിത്. ഒരേ സ്റ്റെപ്പ് ഒരേ ഡാൻസ്. ഇത് കുഞ്ഞിനെങ്കിലും പഠിച്ചതാണോ അതോ ആരുടെയും പഠിപ്പ് ട്രെയിനിങ് വല്ലതും എടുത്തതാണോ? അങ്ങനെ 2 അറിയത്തുള്ളൂ. അതുകൊണ്ട് ചോദിച്ചാൽ ഇത് നോക്കട്ടെ, ചാട്ടമായിരിക്കും പുതിയതാ കേട്ടോ. പിന്നെ അസുഖം ഉണ്ടോ ഇതിന്? ഇത് കാണിക്കുന്നില്ല. ആ കോട്ടനെല്ലാം മറിഞ്ഞു പോകുന്നില്ലേ? എന്തോ നീ കാണിക്കുന്നത്? അത് പച്ച സാരി, ഇനി നീല സാരി, ഇനി എന്താ വേറെ ഏതാണ്? വേറെ ഏതെങ്കിലും സാരി ഇട്ടിട്ട് ചുവന്ന സാരി കാണുമോ? ഇതേ സെയിം സാധനം തന്നെ. ഇതായിരിക്കും. ഓ ഈ ചാട്ടവാ. എന്തോന്നറിയാം ഇതൊക്കെ. ഇവരൊക്കെയാണ് അവിടെ വ്യൂവേഴ്സ്. എന്തിനാണ് ഇവിടെ കൊണ്ടുവന്നത് പുറകെ നിർത്തിയേക്കുന്നത്? ആകെ 2, 3, 4 സ്റ്റെപ്പ് അറിയാം. ഒരേ പാട്ട് സാരി മാറ്റി വ്യൂസ് ഉണ്ടാക്കി. നമ്മുടെ സ്വന്തം റിയമോൾ റിയൂസ് ഇതിനകത്ത് എന്താണ് ചെയ്യുന്നത്? ഈ സ്റ്റെപ്പ് കേട്ടോ. വയറോ ഇട്ടൊരു പരിപാടി. അടുത്ത റെയിൽവേ സ്റ്റേഷൻ. റോഡ് മടുത്തം തോന്നുന്നു. അവനൊക്കെ നോക്കിയിരിക്കുന്നുണ്ട്. ഇവരുടെ ഈ പെണ്ണ് കാണിക്കുന്നത് വിചാരിച്ചിട്ട്. പോട്ടെ ചേട്ടാ, ഒന്നും ചെയ്യാനില്ല. ജന്മനാ ഉള്ള അസുഖമാണ്. നമുക്ക് ട്രീറ്റ്മെന്റ് ഒന്നുമില്ല. റോഡ് ഇതുപോലെ റെയിൽവേ സ്റ്റേഷൻ പബ്ലിക് ആയിട്ടുള്ള എവിടെയും സ്ഥലം കാണുമ്പോഴത്തേക്ക് കുട്ടിക്ക് അസുഖം വരും. 4, 3, 7 പാട്ടേ ഡാൻസേ അറിയത്തുള്ളൂ. അതിങ്ങനെ പിന്നെയും വരും. എന്ത് ചെയ്യാനാ? സഹിച്ചല്ലേ പറ്റത്തുള്ളൂ. നാട്ടുകാരൊക്കെ സഹിക്കുന്നില്ല. അതുപോലെ സഹിക്ക്. ഒരു 30 സെക്കൻഡിന്റെ കാര്യമല്ലേ ഉള്ളൂ. നോക്കട്ടെ. അത് തന്നെ നീല സാരി. ഇവരെ എന്തിനാ പുറകെ പിടിച്ചു നിർത്തിക്കുന്നത്? ഇല്ല, റിയമോടെ ഒരു കാര്യം ഒന്നും പറയാനില്ല. റിയമോക്ക് എന്തൊക്കെ കമന്റ് വരുന്നത് നോക്കട്ടെ. റിയമോടെ ഏറ്റവും വ്യൂസ് ഉള്ള പ്രതീതി വാ
എടാ ഞാൻ ചോദിച്ച അതേ സാധനം തന്നെ, ഫ്രോഗ് ഡാൻസ്. അതേടാ ഫ്രോഗ് തന്നെ, തവള തന്നെ. ജം ഡാൻസ് ഓർ ഡാൻസ്, ഇറ്റ്സ് നോട്ട് എ ഡാൻസ്. എടാ അങ്ങനെ പറയരുത്, ഇത് അവരുടെ മാത്രം ട്രേഡ് മാർക്ക് സാധനമാണ്. നിനക്ക് ഏത് സാരി വേണം പറഞ്ഞാൽ മതി, അവൾ നാളെ കളിക്കും. അതാണ് അവിടെ ഒരു പ്രത്യേകത. 3 കമന്റേ ഉള്ളൂ. മോസ്റ്റ് റിലവന്റ് ആയിരുന്നു ഓൾ കമന്റ്സ്. ഒരു ബോധമുള്ള ഒരുത്തിനെങ്കിലും കണ്ടല്ലോ. സന്തോഷം സന്തോഷം സന്തോഷം. പുതുച്ചപ്പാ പാവം വെച്ച് വീട്ടിൽ ഫോണും കളിച്ചോട്ട് കൊച്ചിനെ പിടിച്ച് റോഡിൽ കൊണ്ടു നിർത്തിയിട്ട് അവർ ഡാൻസ് കളിപ്പിക്കും. ഇത് എന്താണ്, വേദനത്തിലുള്ള പരിപാടിയാണോ? ദിവസവേദനമാണോ അതോ ആഴ്ച വേദനമാണോ? എങ്കിൽ ഞാൻ വരാം, 2 കൈ നീട്ടിയിട്ട്. വാരിക്കൊരു തന്നോളൂ പ്രിയ. എവിടെ വേണമെങ്കിലും എങ്ങനെ വേണം വന്നിരിക്കാം, പല പോസ്റ്റുകളിൽ വന്നിരിക്കാം. ഞാൻ അമ്മ റീച്ചിങ് കിട്ടും. ഇതിന്റെ റിയയുടെ ഫ്രണ്ട് ഞാൻ പറ്റില്ല പറയും ഫോൺ വന്നിരിച്ചു. അതും പുറകിലൊരു വണ്ടി വരുന്നുണ്ട്. ഇതിനെ തിരിച്ച് പടവാക്കുന്നു കേട്ടോ മിക്കവാറും. വണ്ടി മാതിരിയാണ് നട്ടറോട്ടി കിടന്നിട്ടാണ് അവിടെ തിരുവാതിര കളി. പേക്കൂത്ത് തിരുവാതിര, ഇത് പേക്കൂത്ത്. ഇതൊക്കെ പോലെ പിന്നെയും കുഴപ്പമില്ല. പിന്നെ റിയമോക്ക് റിയമോടെ ഇന്നത്തെ പരിപാടികളൊക്കെ ഇത്രയൊക്കെ തന്നെ. സാരി മാറ്റിലാണ് റിയമോടെ മെയിൻ.